ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ടാസൽസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നും അതെങ്ങനെ ഒരു ക്ലോത്തിലേക്ക് ഫിക്സ് ചെയ്യാമെന്നും നോക്കാം. ഞാനിവിടെ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ടാസൽ കെട്ടുന്നത്. നമുക്കിത് സാധാരണ ത്രെഡ് വെച്ചിട്ടും ചെയ്യാം, സാധാരണ ഇങ്ങനത്തെ മെഷീനിൽ തയ്ക്കുന്ന ത്രെഡ് വെച്ചും ചെയ്യാം. എന്നാലും കൂടുതൽ ഭംഗി സിൽക്ക് ത്രെഡ് വെച്ച് ചെയ്യുന്നതാണ്. ഞാൻ ഇതിനായിട്ടൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2.5 ഇഞ്ച് വീതിയാണ് കട്ട്ബോർഡിന് എടുത്തിരിക്കുന്നത്. നമ്മൾ ടാസലിന് എത്ര നീളം വേണോ അതിനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് വേണം കാർഡ്ബോർഡ് വെട്ടിയെടുക്കാൻ. എന്നിട്ടിനി നമുക്ക് ആ കാർഡ്ബോർഡിലേക്ക് ഈ ത്രെഡ് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. കുറേ അധികം നല്ല തിക്കായിട്ട് ചുറ്റണം. നന്നായിട്ട് ആ കാർഡ്ബോർഡിനെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അതൊരു 100 തവണ എങ്കിലും ചുറ്റിയാലേ ഒരു അത്യാവശ്യം കട്ടി ആ ടാസലിനുണ്ടാവുള്ളൂ. 100-150 തവണയൊക്കെ ചുറ്റേണ്ടി വരും, അല്ലെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ടാസലേ കിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് ചുറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു അത്യാവശ്യം ഞാനൊരു 100 പ്രാവശ്യത്തിലേറെ ചുറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കട്ടിയുണ്ട്. ഇനി നമുക്ക് ആ ത്രെഡിൻ്റെ അറ്റം കട്ട് ചെയ്തേക്കാം. എന്നിട്ടിനി ഈ മുകളിലത്തെ ഭാഗത്ത് ത്രെഡുകളൊക്കെ നീങ്ങി നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക, പറ്റാവുന്ന പോലെ അടുപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അവിടെ ഒരു നോട്ടിട്ട് കെട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു റെഡ് കളർ ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതൊരു നീഡിൽ കോർത്തെടുത്തേക്കുക. നീഡിൽ വെച്ച് ആകുമ്പോൾ ഒന്നും കൂടെ എളുപ്പമാണ് ഇതുപോലെ ഇതിനടിയിൽ കൂടി എടുക്കാൻ. നീഡിലില്ലാതെ ആയാലും ചെയ്യാം. എന്നിട്ട് ഇതുപോലെ കോർത്തെടുത്തിട്ട് ആ അറ്റത്ത് നമുക്ക് ആ ത്രെഡ് കൊണ്ടൊന്ന് കെട്ടണം. ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ പിടിച്ച് കെട്ടുക. അപ്പോൾ ടൈറ്റായിട്ടുണ്ടാവില്ല അത്. അപ്പോൾ നമ്മൾ അവിടെ പിടിച്ചുകൊണ്ട് ഇങ്ങേ വശത്തെ നമുക്ക് കട്ട് ചെയ്യണം. ആ ചുറ്റിയിരിക്കുന്ന ഭാഗം ചെറിയ സിസേഴ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ ത്രെഡ് കട്ടറോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വിട്ടുപോകരുത്. വിരൽ വെച്ച് നമ്മൾ ആ ത്രെഡിനെ പിടിച്ചോണം. ഇല്ലെങ്കിൽ നമുക്കത് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ശരിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞിട്ട് ആ കാർഡ്ബോർഡ് മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നമ്മൾ ആ കെട്ടിയ ഭാഗം ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കെട്ടുക. നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടണം. അതൊരു 2-3 തവണ നമുക്കതുപോലെ കെട്ടിയെടുക്കാം. എന്നിട്ട് ആ ത്രെഡ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ കെട്ടിയ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതുപോലെ നേരെ ത്രെഡ് നല്ലോണം നിവർത്തി വയ്ക്കുക. എന്നിട്ട് കുറച്ച് നീക്കിയിട്ട് ഒരു 1/2 സെൻറ്റിമീറ്ററോളം താഴേക്കായിട്ട് വേറൊരു ത്രെഡ് വെച്ച് അതിനെ ചുറ്റി കെട്ടുകയാണ്. ഞാനിപ്പോൾ സെയിം ത്രെഡാണ് എടുത്തിരിക്കുന്നത്, സെയിം കളർ തന്നെയാണ്. വേറെ ഷെയ്ഡ് വേണമെങ്കിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഞാനിവിടെ സെയിം ഷെയ്ഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇതൊരു 10-15-20 തവണയൊക്കെ ചുറ്റിയെടുക്കുക. നന്നായി ചുറ്റിയിട്ട് ഇതുപോലെ ആ നൂല് വെച്ച് ഇതുപോലെ കെട്ടിട്ടെടുക്കുക. ഇങ്ങനെ കെട്ടിട്ടാൽ മതി. അതൊരു 2-3 തവണയൊക്കെ കെട്ടിടണം, വിട്ടുപോകരുത്. കെട്ടിട്ട് അത് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ആ ത്രെഡിൻ്റെ തുമ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ആ ത്രെഡ് ചുറ്റിയ ഭാഗത്ത് കുറച്ച് ഫാബ്രിക് ഗ്ലൂ കൊടുത്ത് വേണമെങ്കിൽ സേഫാക്കാം. അത് ഒട്ടിയിരുന്നോളും, പിന്നെ ഒരിക്കലും വിട്ടുപോവില്ല. ഗ്ലൂ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ 2-3 തുള്ളി കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ വിരൽ വെച്ചങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ആ വൈറ്റ് കളറിലുള്ളത് ഉണങ്ങിക്കഴിയുമ്പോൾ കാണില്ല, അത് മാഞ്ഞു പോക്കോളും. ത്രെഡിൻ്റെ കളറിൽ തന്നെ കാണാവുള്ളൂ. അപ്പം നമ്മളുടെ ഒരു ടാസൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തുമ്പൊന്ന് വെട്ടണം. അത് ലെവൽ ആയിട്ട് വെട്ടാനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ആ കാർഡ്ബോർഡ് പീസിൽ ഇതുപോലെ വെക്കുകയാണ്. നല്ല നിവർത്തി വെക്കണം, ചുളുക്കൊന്നും ഇല്ലാണ്ട്. എന്നിട്ട് വേറൊരു കാർഡ്ബോർഡ് പീസ് അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. ഇത് കാർഡ്ബോർഡ് തന്നെ വേണമെന്നില്ല, ചെറിയൊരു പേപ്പർ ആയാലും മതി. ഇതുപോലെ വെച്ചിട്ട് എവിടെ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അവിടെ വെച്ച് വെക്കണം. എന്നിട്ട് ഇങ്ങനെ അങ്ങ് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരൊറ്റ ലെവലിൽ ആ ത്രെഡിൻ്റെ എല്ലാം അറ്റം കിട്ടും. നമ്മുടെ ടാസലിൻ്റെ അരികൊക്കെ നല്ല നേരെ ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളത്രയും ടാസലുകൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കുറേ എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ സാരിയിലോ ഒക്കെ പിടിപ്പിക്കാൻ. ഇനി ഇത് നമ്മൾ ഒരു ക്ലോത്തിലേക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നും കൂടെ നോക്കാം. ഞാനിവിടെ ഒരു സാരിയുടെ അറ്റമാണ് എടുത്തിരിക്കുന്നത്. അത് അവിടെ നമുക്ക് ഏത് അകലത്തിലാണോ വേണ്ടത് അതനുസരിച്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. ഞാനിവിടെ ഒരു 2.5 ഇഞ്ച്
ഗ്യാപ്പിലാണ് ചെയ്യുന്നത്. നമുക്കൊരു 3 ഇഞ്ചൊക്കെ വേണമെങ്കിൽ ഇടാം. നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ഗ്യാപ്പ് കൊടുക്കാം. ഓരോ ടാസിലും തമ്മിലുള്ള ഗ്യാപ്പ് ഇതുപോലെ മാർക്ക് ചെയ്യുക. അങ്ങേയറ്റം വരെ ആദ്യം മാർക്ക് ചെയ്യണം. കാരണം അറ്റത്തെത്തുമ്പോൾ ക്ലോത്ത് കൂടുതലോ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മാർക്കിങ് മാറ്റേണ്ടി വരും. അങ്ങനെ ആദ്യം മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഞാൻ ആ സാരിയുടെ കളറുള്ള ഗ്രേ കളർ ത്രെഡ് തന്നെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ അരികെ മടക്കി അടിച്ചതിന് ശേഷമാണ് ഇതുപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ ടാസിലിൻ്റെ അരികിലൊരു ചെറിയൊരു ഹോളുണ്ടല്ലോ, അതിൽ കൂടെ ഇങ്ങനെ കോർത്തെടുത്തിട്ട് ഇതുപോലെ സാരിയിലേക്ക് വീണ്ടും വീണ്ടും കുത്തി തയ്ച്ചാൽ മതി. നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ തുമ്പത്തായിട്ട് വയ്ക്കാം. ഇങ്ങനെ തുമ്പത്തായിട്ട് ടാസിൽ വയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറ്റിയിട്ടും വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. ക്ലോത്തിലേക്ക് കയറ്റിയിട്ടും വേണമെങ്കിൽ വയ്ക്കാം. ഞാനിപ്പോൾ അറ്റത്തായിട്ടാണ് വയ്ക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ആ ഹാളിൽ അതിൽ കൂടെ കയറ്റി ടാസിൽ കൂടെ കയറ്റി വീണ്ടും ഇതുപോലെ കോർത്ത് തയ്ച്ചെടുക്കുക. ഒരു 4-5 തവണയൊക്കെ തയ്ക്കണം, അല്ലെങ്കിൽ അത് വിട്ടു പോകരുത്. എന്നിട്ട് ഇതുപോലെ സാരിയുടെ പുറകിലായിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് ക്ലോത്ത് ഇതുപോലെ കുത്തിയെടുത്തിട്ട് ഒന്ന് കെട്ടിടുക. കെട്ടും ഒരു 2-3 കെട്ടൊക്കെ ഇട്ടേക്കണം, വിട്ടുപോകാതിരിക്കാൻ. എന്നിട്ട് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മുടെ ഒരു ടാസിൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നിടത്തൊക്കെ ആ ടാസിലെല്ലാം ഫിക്സ് ചെയ്യാം. നമ്മളെല്ലാം തയ്ച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായ രീതിയിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ടാസിലിൻ്റെ മെത്തേഡാണ്. ഇനി ഇത് പലതരത്തിൽ നമുക്ക് ടാസിൽസ് ചെയ്യാൻ പറ്റും. വേറെ തരത്തിലുള്ള ടാസിലിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്